ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം ഭയങ്കര സങ്കടപ്പെട്ട് കൊച്ചിൻ്റെ തൊട്ടിലിൻ്റെ അരികിൽ പോയി നിന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, മോനെ അച്ചൂട്ടാ, നീ അച്ഛന് കാണാൻ നിന്നെ പറ്റുന്നില്ലല്ലോ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ അമ്മ മോനെ പറിച്ചെടുത്തുകൊണ്ട് പോയില്ല അച്ചൂട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കൊച്ചിൻ്റെ കളിപ്പാട്ടമൊക്കെ കിടക്കുന്നത് കാണുന്നത്. ഇത് കണ്ട ഗൗതത്തിന് കലി വന്നിട്ട് കളിപ്പാട്ടെല്ലാം വലിച്ചെറിഞ്ഞ് ഇനി എന്തിനിതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയണെല്ലാം വലിച്ചെറിഞ്ഞ് ബെഡ്ഷീറ്റെല്ലാം വലിച്ചെറിഞ്ഞ് ആകെ വല്ലാത്തൊരവസ്ഥയിൽ. അപ്പോഴത്തേ ലക്ഷ്മി ഓടി വരിക. ലക്ഷ്മിയും പിങ്കിയും കൂടി ഓടി വന്നിട്ട്, മോനെ ഗൗതം, നീ എന്തായി കാണിക്കുന്നത്? നീ എന്തിനാ ഇത്ര ദേഷ്യം? നീ എന്തിനാ ഇതൊക്കെ വലിച്ചെറിയുന്നത്? പിന്നെ ഇത് വലിച്ചെറിയാതെ ഇനി എന്തിനാ ഇതൊക്കെ? നിൻ്റെ ഇവിടെ ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ട് എന്താണ്? എൻ്റെ മോനെ എനിക്ക് കിട്ടിയില്ലല്ലോ ഗൗതം. എന്നാലും നിനക്ക് നന്ദയൊന്ന് പിടിച്ചു നിർത്തായിരുന്നു. നീ എന്തുകൊണ്ട് പിടിച്ചു നിർത്തിയില്ല? എന്തിനാ അമ്മ? എന്തിനാ അവളെ പിടിച്ചു നിർത്തുന്നത്? എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവള് പടിയിറങ്ങി പോയതല്ലേ? ഞാൻ എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞു നോക്കി, എന്നിട്ട് പോലും അവളത് കേൾക്കാനായിട്ട് തയ്യാറായോ? മോനെ, എന്നാലും കുഞ്ഞിനെക്കുറിച്ചെങ്കിലും ചിന്തിക്കണ്ടേ? അവൾ മാത്രം എന്തിനാ കുഞ്ഞിനെ കൊണ്ടുപോയത്? ഈ വീട്ടിലുള്ള എല്ലാവർക്കും കുഞ്ഞിൻ്റെ മേലെ അവകാശം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അവൾ മാത്രം അത് കാണിച്ചത് ശരിയായില്ല. നീ എങ്ങനെയെങ്കിലും നന്ദയെ കണ്ടെത്തണം. നന്ദയൊന്നും നീ വിളിക്കുക. ഇല്ലമ്മേ, ഞാൻ യാതൊരു കാരണവശാലും വിളിക്കില്ല. ഞാൻ വിളിക്കാൻ പോകുന്നില്ല എന്നവിടെ പറയാം. നീ വിളിക്കണ്ട, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഈ ലക്ഷ്മി നന്ദയെ വിളിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം നന്ദയെ വിളിച്ച് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും നന്ദ കോൾ എടുക്കുന്നില്ല. മോനെ, അവൾ കോൾ എടുക്കുന്നില്ലല്ലോ. എടുക്കില്ലമ്മേ, അവൾ എടുക്കില്ല. അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഞാൻ അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഇനി ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നന്ദയുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി ഞെട്ടിപ്പോയി. പിങ്കി അവിടെ കരയുന്നുണ്ട്. തൻ്റെ മോനെ തനിക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിങ്കി കരയുന്നത്. അപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ പവിത്ര കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. എന്താ പവിത്ര, എന്താ? അത് പിന്നെ ലക്ഷ്മി അപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട്, എന്തിനാ കരയുന്നത് പവിത്ര? നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. അത് പിന്നെ ഏലപ്പാറയ്ക്ക് പോയ ബസ്സില്ലേ, ആ ബസ് മറിഞ്ഞെന്നും പറഞ്ഞ് കൊക്കയിലേക്ക് മറിഞ്ഞെന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇവർ ഞെട്ടിപ്പോയി. അത് നന്ദേച്ചിയും കുഞ്ഞും സഞ്ചരിച്ച ബസ്സാണോ എന്നും കൂടി ഒരു സംശയമുണ്ട്. നമ്മുടെ നന്ദേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കെട്ടിപ്പിടിച്ച് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് പവിത്ര കരയുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനും ആകെ ഷോക്കായി. പിങ്കിയും ആ ഞെട്ടിപ്പോയി. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പാടില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ പിങ്കി പറയണം, ഗൗതം ഒന്ന് അന്വേഷിക്കുക ഗൗതം, എൻ്റെ കുഞ്ഞ് എവിടെയുണ്ടെന്ന് അന്വേഷിക്കുക. പിങ്കിയെയും നന്ദയെയും കുഞ്ഞിനെയും ഒന്ന് അന്വേഷിക്കുക ഗൗതം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ലക്ഷ്മിയും പറയാണ്, ഗൗതം എത്രയും പെട്ടെന്ന് എൻ്റെ നന്ദയെ കണ്ടെത്തിക്കൊള്ളണം. അപ്പോൾ എല്ലാവരും കൂടി ന്യൂസ് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും കൂടി ന്യൂസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ന്യൂസിൽ ഇതേപോലെയാണ്, കൊക്കയിലേക്ക് ഏലപ്പാറക്ക് പോയ ബസ് മറിഞ്ഞെന്നും അതിൽ ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിച്ചുവെന്നും ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ ന്യൂസിൽ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ. അപ്പോൾ ലക്ഷ്മിയാണെങ്കിൽ മുടിയെല്ലാം വലിച്ചു പറിച്ചിട്ട്, ഗൗതം എനിക്ക് നന്ദയെയും കുഞ്ഞിനെയും ഇപ്പം കാണണം. നീ അവരെക്കുറിച്ച് അന്വേഷിച്ചോ, അല്ലെങ്കിൽ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല. ഗൗതം, നീ എത്രയും പെട്ടെന്ന് അവരെക്കുറിച്ച് അന്വേഷിച്ചോ. അപ്പോൾ അരുന്ധതിയും പറയാണ്, ഗൗതം നീ എങ്ങനെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കുക, എന്താ സംഭവിച്ചതെന്ന്. നന്ദയ്ക്കും കുഞ്ഞിനൊരു ആപത്തും വരുത്തല്ലേ തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗൗതം അന്വേഷിക്കാനായിട്ട് പുറപ്പെട്ടിറങ്ങിയ. പിന്നീട് കാണിക്കുന്നത് ഒരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ ഒരു കന്യാസ്ത്രീ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു മണിയുടെ ശബ്ദം കേൾക്കുകയാണ്. ദൈവം ഈ സമയത്ത് ആരാണാവോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കന്യാസ്ത്രീ നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു പെണ്ണ് ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നതാണ്. എൻ്റെ മേഡം, ദേ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയതാണ്. കുഞ്ഞ് ആ കാടിനുള്ളിൽ കിടക്കുകയായിരുന്നു, തെറിച്ച് ബോധം കെട്ടൊരവസ്ഥയിലായിരുന്നു. പിന്നെ കുഞ്ഞിനെ തുടച്ചും പിറക്കിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിന് കുറച്ച് ബോധമൊക്കെ വീണിട്ടുണ്ട്. ഏതോ അമ്മ ഉപേക്ഷിച്ചെന്നാ തോന്നുന്നത്. പ്രസവിച്ചിട്ട് കുറച്ച് നാളായെന്ന് തോന്നുന്നു. എന്നാലും ആ അമ്മയുടെ ക്രൂരതയെ. പിന്നെ എൻ്റെ മേഡം, ദേ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് 3 പിള്ളേരുണ്ട്. ഇനി ഇതിനെയും കൂടി വളർത്താനുള്ളൊരു കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് മേഡത്തിൻ്റെ കയ്യിലേക്ക് ഇതിനെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ അമ്മയെ അന്വേഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇതിൻ്റെ അമ്മ ആരാണെന്നും ചോദിക്കണ്ട. ചിലപ്പോൾ ഇതിനെ കൊന്നു കളഞ്ഞാലോ, പിന്നെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായി പോയില്ലേ മേഡം എന്ന് കന്യാസ്ത്രീയോട് പറയുകയാണ് ഇയാൾ. ഇത് കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല കുഞ്ഞിനെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മേടിക്കുകയാണ് കന്യാസ്ത്രീ. എന്നിട്ട് ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും
കന്യാസ്ത്രീ കുഞ്ഞിനെ നോക്കിയിട്ട് ദൈവമേ എല്ലാം നിന്റെ നിയോഗം, എന്തോ നിയോഗിച്ചുകൊണ്ടാണ് ഇവനെ എൻ്റെ കയ്യിലേക്ക് നീ എത്തിച്ചത് എന്നുള്ളൊരു പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗൗതത്തെയാണ്. അപ്പോൾ ഗൗതം പല പോലീസുകളെയും വിളിക്കുകയാണ്. ആ ആക്സിഡൻറ്റ് സംഭവത്തെക്കുറിച്ചും ആ ബസ് എങ്ങനെയാണ് മറിഞ്ഞതിനെക്കുറിച്ചും ഒക്കെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് സാർ, അത് പിന്നെ അതൊന്നും കൂടുതൽ പറയാനായിട്ട് പറ്റില്ല. പിന്നെ കൊക്കയിലേക്കാണ് മറിഞ്ഞത്. കൊക്കയിലേക്ക് മറിഞ്ഞ ആ ബസ് പിന്നെ വേറൊരു സംഭവം ഉണ്ടായി. അത് ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും താൻ തുറന്നു പറ. അത് പിന്നെ സാർ, കൊക്കയിലേക്ക് മറിഞ്ഞ ബസ് കത്തിപ്പോയതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് ഞെട്ടിപ്പോയി. പിന്നെ ഞങ്ങളതിൽ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും കത്തിക്കരിഞ്ഞ കുറേ മൃതദേഹങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ നിഗമനം സാർ എന്ന് പറഞ്ഞ് തീരേണ്ട താമസം. പിന്നെ ഗൗതം ഒന്നും കേൾക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല ഗൗതത്തിന്. ഗൗതം അവിടെ ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഒരു രക്ഷിക്കുന്ന ഒരു അനാഥ മന്ദിരം പോലെ ഒരു സംഗതി കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു അമ്മയുണ്ട്, നമ്മുടെ അമൃതാനന്ദമയി അമ്മയെ പോലെ ഒരു അമ്മ അവിടെയും ഉണ്ട്. അപ്പോൾ ആ അമ്മയോട് വന്ന് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയുകയാണ്. ആ ഒരു പേഷ്യൻറ്റിനെ ഈ ഒരു ബസ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയതാണ്. അത് തലനാരിഴക്കാണ് ഈ സ്ത്രീയെ കിട്ടിയിരിക്കുന്നത്. ബാക്കി എല്ലാവരും മരിച്ചുപോയ രീതിയിലാണ്. ബസ്സാണെങ്കിൽ കത്തിക്കരിഞ്ഞൊരവസ്ഥയിലാണല്ലോ. ആ പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു നിയോഗം തന്നെയാണ്. ആ കുട്ടിയെ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അതിനു വേണ്ടിയാണ് തലനാരിഴക്ക് അവൾ രക്ഷപ്പെട്ട് എൻ്റെ അരികിലേക്ക് തന്നെ എത്തിയത്. അവൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അയ്യോ അമ്മേ, അപ്പം അമ്മയ്ക്ക് ആ പെണ്ണിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും അറിയില്ലെന്ന് പറഞ്ഞിട്ടോ? അതൊരു വാസ്തവം തന്നെ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും വാസ്തവമാണ്. എല്ലാം ദൈവം എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങളാണ് എന്ന് ഈ സ്വാമിജി അമ്മ ഇങ്ങനെ പറയുക. ഏതായാലും ആ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സകളെല്ലാം കൊടുക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുക. അപ്പം നമ്മുടെ നന്ദയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം ആ ഒരു ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ആ ഒരു സെൻറ്ററിലേക്ക് ചെന്നിരിക്കുക, ട്രാവൽ ഏജൻസിയിലേക്ക്. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ തന്നെ കുറേ ഡീറ്റെയിൽസുകളെല്ലാം ചോദിക്കുകയാണ്. സാറിന് ആരുടെ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്? പിന്നെ ബസ്സും ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ അത് പിന്നെ ഏലപ്പാറക്ക് പുറപ്പെട്ട ബസ്സാണ്. അതിൽ അളകനന്ദ എന്ന് പറഞ്ഞ പേരുള്ള ഒരാൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയണം, ഒന്ന് നോക്കാവോ, ജസ്റ്റ് മിനിറ്റ് സാർ എന്നും പറഞ്ഞ് ഇയാൾ ആ ഒരു ഡീറ്റെയിൽസ് തപ്പി കഴിഞ്ഞപ്പോഴേക്കും സാർ, അത് പിന്നെ ഡോക്ടർ അളകനന്ദ, അത് തന്നെ, അവരിവിടെ വന്നിരുന്നു സാർ. അവർ വന്ന് അവരുടെ കയ്യിലൊരു കൈക്കുഞ്ഞുണ്ടായിരുന്നു. അല്ല, ഇതാരാണ് സാർ? അത് പിന്നെ അതിൻ്റെ ഭാര്യയും കുഞ്ഞുമാണ്. ഓ ആണോ സാർ? പക്ഷേ അവർ ഭയങ്കര ടെൻഷനായിരുന്നല്ലേ. അവരെന്നോട് ചോദിച്ചായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അപ്പോഴേക്കും ഏലപ്പാറ ബസ്സിൽ ടിക്കറ്റെല്ലാം ഫുള്ളായിരുന്നു, കൊടുക്കാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഭയങ്കര സങ്കടപ്പെട്ടു. കൊച്ചിന് ടിക്കറ്റ് വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോഴും പക്ഷേ ടിക്കറ്റ് കൊടുക്കാനുണ്ടായിരുന്നില്ല സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കര ആശ്വാസം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവർ ആ ബസ്സിൽ കയറിയില്ലല്ലേ? എങ്കിൽ പിന്നെ ഇൻഫർമേഷന് നന്ദി കേട്ടോ. അയ്യോ സാർ, ഒരു മിനിറ്റ് സാർ, പക്ഷേ വേറൊരു കാര്യമുണ്ട് സാർ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ബസ്സിൽ തന്നെ ഒരു സീറ്റ് ബുക്ക് ചെയ്ത അയാൾ ക്യാൻസലായായിരുന്നു. അങ്ങനെ ആ സീറ്റ് ഈ പറഞ്ഞ അളകനന്ദയ്ക്ക് കൊടുത്തായിരുന്നു സാർ. അവർ ആ ബസ്സിൽ കയറി പോവുകയും ചെയ്തു സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ഷോക്ക് അടിച്ചൊരവസ്ഥയിലായിപ്പോയി. കാരണം ആ ബസ്സിലപ്പോൾ അളകനന്ദയും കുഞ്ഞുണ്ടെന്ന് നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി. ആ ബസ്സാണല്ലോ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയത് സാർ. സോറി സാർ. പിന്നെ വലിയൊരു അപകടത്തിലേക്കാണ് ഇവർ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ സാർ. എന്ത് ചെയ്യാനാണ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിനെ ആശ്വാസപ്പെടുത്തുകയാണ്. പക്ഷേ അപ്പോൾ ഗൗതത്തിന് മനസ്സിലായി അളകനന്ദയും കുഞ്ഞും മരിച്ചു എന്ന രീതിയിൽ നമ്മുടെ ഗൗതത്തിന് മനസ്സിലായി. കാരണം ഒരു ശവശരീരം പോലും ഗൗതത്തിന് കിട്ടിയിട്ടില്ല.
അത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഗൗതം ഉറപ്പിച്ചു തൻ്റെ ഭാര്യയും കുഞ്ഞും മരിച്ചു എന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് നമ്മുടെ നന്ദയെ. അപ്പം നന്ദയാണെങ്കിൽ ബോധം കെട്ടൊരവസ്ഥയിൽ കിടക്കുകയാണ്. ഡോക്ടർ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സീരിയസ് ഒരു കണ്ടീഷനാണ്. അപ്പോൾ ICUലാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനും. അപ്പോൾ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് കുറേ തെളിവുകളുമായിട്ട് വരികയാണ്. ഇത് നിങ്ങളുടെ ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അളകനന്ദയുടെ ബാഗാണ് കൊണ്ടേ കൊടുക്കുന്നത്. അപ്പോൾ ഗൗതത്തിന് അത് നോക്കാൻ പോലും പ്രാപ്തി ഉണ്ടായിരുന്നില്ല. മോനെ ഗൗതം, ദേ ഇതൊന്നും നോക്കിയേ, വേണ്ട അച്ഛാ, അച്ഛൻ തന്നെ നോക്കിയാൽ മതി എന്ന് അച്ഛനോട് പറയുക. അപ്പോൾ അച്ഛൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ ടവലും കിടക്കുക. അപ്പോൾ ടവലിൽ നിറയെ ചോര. അച്ഛനാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ആ ടവലവിടെ മാറ്റിയിടുകയാണ്. മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ആണെങ്കിൽ ആ ടവലൊന്ന് പതിയൊന്ന് തലോടുകയാണ്. തൻ്റെ മോൻ തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിച്ച് പൊട്ടി പൊട്ടി കരയാണ്. അങ്ങനെ പല കാര്യങ്ങളും ഗൗതം ആ നിമിഷം അവിടെ ആലോചിക്കുകയാണ്. നന്ദയെ തള്ളി പറഞ്ഞു വിട്ടതും കഥ കടച്ചതും ബാഗ് വലിച്ചെറിഞ്ഞതും അങ്ങനെതായ കുറേ കാര്യങ്ങളെല്ലാം അങ്ങനെ ആലോചിച്ച് ഗൗതം ഭയങ്കര മനസ്താപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ ഒരു ഫോട്ടോയിൽ മാലയും ചാർത്തി ഭിത്തിയിൽ തൂക്കിയിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നിന്ന് ഗൗതം പൊട്ടിക്കരയാണ്. ഗൗതത്തെ കണ്ടുകൊണ്ട് വരികയാണ് ലക്ഷ്മിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.